നമസ്കാരം, എല്ലാവർക്കും പ്രവാസി മലയാളിയിലേക്ക് സ്വാഗതം. ഖത്തർ ലോകകപ്പിൽ അർജന്റീനയ്ക്കെതിരെ തകർപ്പൻ വിജയം നേടിയ സൗദിയിൽ വൻ വിജയാഘോഷമാണ് നമ്മൾ കണ്ടത്. സൗദിയുടെ ഈ മിന്നും വിജയം അറബ് ലോകവും ആഘോഷമാക്കിയിരുന്നു. ഈ വിജയം തുടർന്നും അതേപടി നിലനിർത്താനുള്ള നീക്കങ്ങളാണ് ഇപ്പോൾ രാജ്യത്ത് നടത്തുന്നത്. പോർച്ചുഗൽ താരം ക്രിസ്ത്യാനോ റൊണാൾഡോ സൗദി ക്ലബിലേക്ക് ചേക്കേറാൻ ആലോചിക്കുകയാണെന്നാണ് റിപ്പോർട്ടുകൾ. 300 മില്യൺ പൗണ്ടിന്, അതായത് ഏകദേശം 2990 കോടി രൂപ 3.5 വർഷത്തേക്കുള്ള കരാറിന് സൗദി ക്ലബായ അൽ നാസർ താരത്തെ സമീപിച്ചെന്നാണ് ഇപ്പോൾ റിപ്പോർട്ടുകൾ. ലോകകപ്പിന് ശേഷമാകും റൊണാൾഡോ ഇക്കാര്യത്തിൽ അന്തിമ തീരുമാനം എടുക്കുകയെന്നും റിപ്പോർട്ടുകളുണ്ട്. കരാറിന്റെ ഭാഗമായി മാഞ്ചസ്റ്റർ യുണൈറ്റഡിലെ കരാറിന്റെ അവസാന 6 മാസങ്ങളിൽ ക്ലബിൽ ഉണ്ടായിരുന്നെങ്കിൽ റൊണാൾഡോയ്ക്ക് ലഭിക്കുമായിരുന്ന വേതനത്തിന് നഷ്ടപരിഹാരം നൽകാൻ തങ്ങൾ തയ്യാറാണെന്നും അൽ നാസർ സൂചിപ്പിച്ചതായി അടുത്ത വൃത്തങ്ങൾ പറഞ്ഞു. ഖത്തർ ലോകകപ്പിന് തൊട്ടു മുൻപാണ് പരസ്പര ധാരണയോടെ റൊണാൾഡോ ക്ലബ്ബ് വിടുന്നതായി മാഞ്ചസ്റ്റർ അറിയിച്ചത്. ക്ലബിനെതിരെ താരം ഗുരുതര ആരോപണങ്ങൾ ഉന്നയിച്ചതിന് പിന്നാലെയായിരുന്നു ഇത്. ഒരു വിവാദ അഭിമുഖത്തിന് ശേഷം ക്രിസ്ത്യാനോ റൊണാൾഡോയുമായുള്ള കരാർ റദ്ദാക്കാൻ മാഞ്ചസ്റ്റർ യുണൈറ്റഡ് ക്ലബ്ബ് ധാരണയിലെത്തുകയായിരുന്നു. അതേസമയം തങ്ങളുടെ ആഭ്യന്തര ലീഗിൽ റൊണാൾഡോയുടെ സാന്നിധ്യം ഉറപ്പിക്കാനായാൽ 2030 ലോകകപ്പിന് ആതിഥേയത്വം വഹിക്കാനുള്ള ശ്രമങ്ങൾക്ക് അത് സഹായകരമാകുമെന്ന് സൗദി അറേബ്യ പ്രതീക്ഷിക്കുന്നു. ഈ ലോകകപ്പ് ഫുട്ബോൾ മത്സരത്തിൽ ഘാനയ്ക്കെതിരെ ഗോൾ നേടിയ പോർച്ചുഗീസ് താരം ക്രിസ്ത്യാനോ റൊണാൾഡോ സ്വന്തം പേരിൽ പുതിയ റെക്കോർഡ് കുറിച്ചിരുന്നു. 5 വ്യത്യസ്ത ലോകകപ്പുകളിൽ തുടർച്ചയായി ഗോൾ നേടുന്ന ആദ്യ താരമെന്ന റെക്കോർഡാണ് റൊണാൾഡോ സ്വന്തമാക്കിയത്. ഈ സന്തോഷം അദ്ദേഹം മാധ്യമങ്ങളുമായി പങ്കുവയ്ക്കുകയും ചെയ്തിരുന്നു. ഇത്രയും വലിയൊരു വിജയം നേടുമെന്ന് പ്രതീക്ഷിച്ചിരുന്നില്ലെന്നാണ് റൊണാൾഡോ പ്രതികരിച്ചത്. അതുപോലെ ഖത്തർ ലോകകപ്പിൽ അർജന്റീനയ്ക്കെതിരെ തകർപ്പൻ വിജയം നേടിയ സൗദി അറേബ്യൻ ടീം അംഗങ്ങൾക്ക് രാജകുടുംബം റോൾസ് റോയ്സ് ഫാൻഡം കാർ സമ്മാനിക്കുമെന്ന അഭ്യൂഹങ്ങൾക്ക് വിരാമമിട്ട് സൗദി കോച്ച് പ്രതികരിച്ചിരുന്നു. ഫ്രഞ്ചുകാരനായ സൗദി കോച്ച് ഹെർവേ റെനാൻ ഇത് നിഷേധിക്കുകയാണ് ഉണ്ടായത്. തങ്ങളുടെ ടീം വൺ ഹിറ്റ് വണ്ടർ അല്ലെന്നും കളിയെ കാര്യമായാണ് സമീപിക്കുന്നതെന്നുമാണ് അദ്ദേഹം വ്യക്തമാക്കിയത്. തന്റെ ടീമിലെ താരങ്ങളാരും രാജകുടുംബത്തിൽ നിന്നും സമ്മാനങ്ങളൊന്നും സ്വീകരിച്ചിട്ടില്ലെന്നും അദ്ദേഹം പറയുകയുണ്ടായി. ഇക്കാര്യത്തിൽ ഒന്നും സത്യമില്ല. നമുക്ക് ഗൗരവ സമീപനമുള്ള ഫെഡറേഷനും കായിക മന്ത്രാലയവുമുണ്ട്. എന്തെങ്കിലും സ്വീകരിക്കാനുള്ള സമയമല്ലിത് എന്നുമാണ് റെനാഡ് വ്യക്തമാക്കിയത്. ദി സൺ ആയിരുന്നു ഇക്കാര്യം റിപ്പോർട്ട് ചെയ്തത്. ഒരു മത്സരം മാത്രമാണ് കഴിഞ്ഞത്. വളരെ പ്രധാനപ്പെട്ട 2 മത്സരങ്ങൾ ബാക്കിയുണ്ട്. ഇനിയും മികച്ച കാര്യങ്ങളാണ് നാം പ്രതീക്ഷിക്കുന്നത് എന്നുമാണ് സൗദി ഫുട്ബോളിന്റെ വഴികാട്ടി പറഞ്ഞത്. കൂടുതൽ പ്രവാസി വാർത്തകൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.